ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റമലാൻ മുബാറക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചു. അൽഹംദുലില്ലാ നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ കുറച്ചായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ചാനലൊക്കെ എല്ലാവരും മറന്നിട്ടുണ്ടാവും. കുറച്ചധികം ബിസി ആയി ലൈഫിൽ. ഇൻഷാ അല്ലാ റമലാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഈ ഭാഗത്തിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട മാസമായതുകൊണ്ട് തന്നെ സമയം പോലെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാ ആഴ്ചയിലെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കും. അപ്പോൾ കിച്ചണിൽ റമലാനിൽ ഞാൻ ചെയ്ത് വെക്കാറുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ റമലാനിൽ തീർത്തും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. വീഡിയോസൊക്കെ നമ്മളെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും പറയുകയാണ്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുന്നിലെത്തുമ്പോൾ ഒരു പക്ഷേ റമലാൻ 2 ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരുപാട് പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കണില്ല, വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. അങ്ങനെ റമലാൻ്റെ തലേന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ വീഡിയോ എഡിറ്റ് ചെയ്ത് വിടാൻ കുറച്ച് വൈകിപ്പോയി, സോറി. അപ്പോൾ ഞാൻ 1 kg സവാളയാണ് കേട്ടോ തൊലി കളഞ്ഞ് വെക്കുന്നത്. പിന്നെ ഒരു 1/2 കിലോ ചെറിയുള്ളി, 1/4 കിലോ ഇഞ്ചി, 1/4 കിലോ വെളുത്തുള്ളി, 1 കിലോ ഉരുളക്കിഴങ്ങ്, ഇത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നമുക്ക് ഒരാഴ്ചക്കൊക്കെ നിൽക്കും. പക്ഷേ സവാളയും ഉരുളക്കിഴങ്ങൊന്നും നമുക്ക് അങ്ങനെ ഒരാഴ്ചക്ക് നിൽക്കുമെന്ന് പറയാൻ പറ്റും കേട്ടോ. കാരണം ഒക്കെ 2 കിലോ വീതം എടുക്കേണ്ടി വരും. കാരണം നമുക്കതൊരു എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് കട്ട്ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, വെജിറ്റബിൾസ് കറി വെക്കാനൊക്കെ വേണ്ടി വരും. അപ്പോൾ ഞാൻ പെരുന്നാളിന് ഇങ്ങനെയൊക്കെ മുന്നേ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇത് നോമ്പിന് ഫസ്റ്റാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്കൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ സഹായത്തിനൊക്കെ ആളുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ വെജിറ്റബിൾസിൻ്റെ തൊലി കളഞ്ഞ് വെക്കുന്നത് ഒരാഴ്ച അതിൽ കൂടുതൽ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫില്ലിങ്ങും അതുപോലെ തന്നെ ഫില്ലിങ് നിറച്ചിട്ടൊക്കെ ഫ്രീസ് ചെയ്യണതൊക്കെ. അതിനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. അത് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യൂല. അങ്ങനെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അത് അവിടെ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വലിയ പോണയായത് നന്നായില്ലെങ്കിൽ ഞാൻ പെട്ടേനെ. കാരണം ഒറ്റക്ക് ആയതുകൊണ്ട് തന്നെ ഒറ്റക്കാണ് ഞാൻ ഇതിനൊക്കെ ഇറങ്ങി തിരിച്ചത്. ചെറിയ മോള് ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് സഹായിക്കും. പക്ഷേ അവൾക്ക് കണ്ണെരിയണോണ്ട് സഹായിക്കാൻ പറ്റണില്ല. പിന്നെ വലിയ മക്കൾക്കൊക്കെ പരീക്ഷയും കാര്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് അവരെയും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ ഒറ്റക്ക് ഇങ്ങനെ മാനേജ് ചെയ്യണതുകൊണ്ട് അപ്പോൾ കുറച്ച് റിസ്ക്കി ആയിട്ട് തോന്നണത് കേട്ടോ. ഇനി നമുക്ക് ചെറിയുള്ളിയും കൂടി ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കണം. പിന്നെ ഞാൻ മുന്നേ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നു ചെറിയുള്ളിയിൽ. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ തൊലി വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ഇതിൻ്റെയൊക്കെ തൊലി ഉണ്ടല്ലോ, അതൊന്നും പുറത്ത് വെറുതെ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് റോസിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ നമ്മൾ അടുക്കള പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങാണ് കേട്ടോ തൊലി കളഞ്ഞ് വെക്കുന്നത്. അത് പിന്നെ കുറച്ച് പാടായപ്പോൾ പിന്നെ ഞാൻ പീലർ കൊണ്ട് പീൽ ചെയ്തെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായ പോലെ, കൂടുതൽ വൃത്തിയായ പോലെയൊക്കെ തോന്നിട്ടാ. ഇപ്പോൾ താ നമ്മൾ എല്ലാ എടുത്ത വെജിറ്റബിൾസും തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊലികളൊക്കെയും വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഇശാ നിസ്കാരവും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതിന് നിന്നത്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മളെല്ലാം തീർത്തു, സെറ്റായി. അങ്ങനെ പിന്നെ നേരെയൊക്കെ വെളുത്തിട്ടാണ് ഞാൻ ഓരോന്നും പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ തൊലി കളഞ്ഞത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ മുന്നേ തന്നെ ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ ഇതെന്താണെന്നറിയോ, ഉരുളക്കിഴങ്ങ് ഇങ്ങനെ മുളച്ച് വരും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ മുളച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതാ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി പിന്നെ ഞാനൊരു പത്രത്തിലിട്ട് ഇങ്ങനെ വിരിച്ചിട്ടിരുന്നു കേട്ടോ. അത് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് തൊലിച്ച് എടുത്തതല്ലേ, അപ്പോൾ അതിൽ ഈർപ്പം പെട്ടെന്ന് വരാണ്ടിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ ഇതെല്ലാം പാത്രത്തിലൊക്കെ ആക്കി സെറ്റാക്കി പിന്നെ നമ്മളിതാ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ തൊലിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുള്ള തക്കാളി, അതായത് വെജിറ്റബിൾസ്, റോസിന്, പിന്നെ നമ്മളെ റുമ്മാൻ്റെ ഒരു മരം കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമാണ് അങ്ങനെ ഒരു റുമ്മാന് കായ്ച്ച് കാണാൻ. അപ്പം ഞാനിതിനെ നല്ലോണം ഒന്ന് ഇപ്പം പരിപാലിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പോരുന്ന വഴിക്ക് ഇതാ മലായി ചീര അല്ലെങ്കിൽ മൈസൂർ ചീര എന്നൊക്കെ പറയും, അതും പറിച്ചിട്ടുണ്ട്. ഇന്ന് ഇതാണ് കേട്ടോ കറി. ഒന്നല്ലെങ്കിൽ ഒരു താളിപ്പ് അല്ലെങ്കിൽ ചക്കക്കുരുവും തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതാ വേറെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ പിന്നെ ഒരു മീൻ പൊരിയോ അല്ലെങ്കിൽ ചിക്കൻ പൊരിയോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ. അതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ദിവസങ്ങളിൽ എൻ്റെ കുക്കിംഗ് എളുപ്പത്തിലാക്കാൻ ഞാൻ ചെയ്യാറുള്ളത്.
അപ്പം 3-4 കാര്യങ്ങളും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പാർട്ട് 2 ആയിട്ടാണ് ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. നല്ല യൂസ്ഫുൾ ആയിട്ട് റമദാനിൽ ചെയ്യാൻ പറ്റിയ നല്ല കിച്ചൺ ടിപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും. അപ്പോൾ അടുത്ത് നല്ലൊരു ഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.